ഇന്ന് നമ്മൾ ബനാന ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലാണ് എല്ലാം അടിച്ചത്. പിന്നെ അവൻ വേണ്ട, നമ്മൾ ഒരു അലുമിനിയത്തിൻ്റെ പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ അവനും വെയിറ്റ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ബനാന കേക്കാണ് കേട്ടോ. ഇത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തണവ് മാറിയതാവണം. അതായത് നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള സാധനങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ മിക്സിയുടെ ജാറിലൊന്നും ഒട്ടും വെള്ളം പാടില്ല. വെള്ളമില്ലാണ്ട് ഉണക്കിയ ജാർ എടുക്കുക. പിന്നെ അളവൊക്കെ കൃത്യമായിട്ടുള്ള അളവ്, പറഞ്ഞ അളവ് അതേപോലെ തന്നെ എടുക്കുക. അപ്പോൾ നല്ല കേക്കായിട്ട് ആർക്ക് വേണമെങ്കിലും കേക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്കിനി കടയിൽ നിന്നൊന്നും വാങ്ങിച്ച് കേക്ക് കഴിക്കണ്ട കേട്ടോ. കണ്ടില്ലേ, സിമ്പിളായിട്ടുള്ളൊരു ബനാന ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് 2 മുട്ട വേണം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. അത് എന്നിട്ട് ഒരു 30 എണ്ണ വരെ ഹൈ സ്പീഡിലിട്ട് അടിച്ചെടുക്കുക. അത് അടിച്ചു കൊണ്ടുവന്നിട്ട് അതിലേക്ക് ബട്ടർ, പഞ്ചസാര, ഇത് പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ ശർക്കരയാണ് കേട്ടോ ചേർത്തത്. പിന്നെ ബദാം ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് 2 പഴം വേണം. നല്ല പഴുത്ത റോബസ്റ്റ് പഴമാണ് എടുത്തത് കേട്ടോ. പഴുപ്പ് കുറഞ്ഞത് എടുക്കരുത്, അപ്പോൾ അത് അടിക്കുമ്പോൾ അധികം ഇങ്ങനെ വേഗം അലിഞ്ഞ് കിട്ടില്ല. പിന്നെ ഇപ്പോൾ റോബസ്റ്റ് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നേന്ത്രപ്പഴം ഉള്ളെങ്കിൽ അത് നല്ല പഴുത്തതാണെങ്കിൽ അതെടുത്താലും കുഴപ്പമില്ല. മീഡിയം സൈസിലുള്ള പഴമാണ് കേട്ടോ. ഇതെല്ലാതും കൂടെ നന്നായിട്ട് നമ്മൾ അടിച്ചു കൊണ്ടുവരണം. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അലുമിനിയം പാത്രത്തിലാണ് കേട്ടോ. അപ്പോൾ അലുമിനിയം പാത്രം നമ്മൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 15 മിനിറ്റ് മുമ്പ് തന്നെ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അടിച്ചു കൊണ്ടുവന്നത് ഒരു ബൗളിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ പൊടികൾ ചേർക്കുക. അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ, പിന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൻ്റെ പകുതി, അതായത് 2 നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് അതിലേക്ക് അരിച്ചിട്ട് കൊടുക്കുക പൊടികൾ. പിന്നെ കട്ട പിടിക്കില്ലല്ലോ, കട്ടയൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും. അതൊരു തവി വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം. ബൗളൊക്കെ മിക്സ് ചെയ്തെടുക്കുന്ന ബൗളിലൊന്നും വെള്ളം ഇല്ലാണ്ട് നോക്കിക്കോളൂ കേട്ടോ. ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്താൽ മതി. ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയത് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്. പിന്നെ 1/4 കപ്പ് കാപ്പിയാണ് കേട്ടോ. 1 ടീസ്പൂൺ കാപ്പിപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ചെടുത്തതാണിത്. വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലേ, ബ്രൂവിൻ്റെ, അത് ചേർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നല്ല മണം കിട്ടും. അത് 1/4 ടീസ്പൂൺ മതി കേട്ടോ, 1/4 കപ്പ് മതി കേട്ടോ. നമുക്ക് 1 ടീസ്പൂൺ കോഫി പൗഡറാണ് ചേർത്തത്. ഇതെല്ലാതും കൂടെ ഒരേ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാത്രം, അലുമിനിയം പാത്രം അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. 15 മിനിറ്റ് ആയിട്ട് അവിടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ട്രേ 8 ഇഞ്ചിൻ്റെ ഒരു ട്രേ ആണ് കേട്ടോ. അപ്പോൾ ഇത് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ട്രേ എടുത്തു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് ട്രേ ഉള്ളതെന്ന് വെച്ചാൽ അതിലൊഴിച്ചാൽ മതി, കുഴപ്പമില്ല. റൗണ്ട് ആയാലും ഒന്നും കുഴപ്പമില്ല. അതിലേക്ക് നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ബട്ടർ ഒന്ന് തടവി കൊടുക്കുക. ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഏതായാലും കുഴപ്പമില്ല. അതിലേക്ക് നമ്മൾ മിക്സ് ഒഴിച്ച് കൊടുക്കുക. ഇതൊരു 5-6 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാത്രം വെച്ചത് നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. 15 മിനിറ്റ് മുമ്പേ വെച്ചിട്ടുണ്ടായിരുന്നു.
അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ചൂടാക്കാൻ വെച്ചു. അപ്പോൾ അതിലേക്ക് നമ്മൾ മിക്സ് ഇറക്കി വെച്ച് കൊടുക്കുക. കൈയൊന്നും പൊള്ളിക്കരുത് കേട്ടോ, കൈ പൊള്ളിക്കാണ്ട് വെച്ചോളൂ. ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടച്ചു വയ്ക്കുക. ഇതിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ബദാം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞതാണ് കേട്ടോ. അതില്ലെങ്കിലൊന്നും കുഴപ്പമില്ല, അതൊരു ഭംഗിക്ക് വേണ്ടി ഇട്ടു മാത്രം. ഇല്ലെങ്കിലും പ്ലെയിൻ ആയിട്ട് ആയാലും കേക്ക് കഴിക്കാൻ നല്ല സ്വാദം ഉണ്ടാവും. നമ്മൾ ഉള്ളിൽ അരച്ച് ചേർത്തില്ലേ ബദാം, അത് കുതിർത്തിയ ബദാമാണ് കേട്ടോ, വെള്ളത്തിലിട്ട് കുതിർത്ത ബദാമാണ്. അപ്പോൾ അതേ ഇതുപോലെ ഇങ്ങനെ വെച്ചു. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചു കേട്ടോ. സിമ്മിനും മീഡിയത്തിനും ഇടയിലുള്ള ഒരു ഫ്ലെയിമിലാണ് വെച്ചത്. അതിന് മുകളിൽ ഇങ്ങനെ ഗ്യാപ്പ് വരാണ്ടിരിക്കാനാണ് ഈ വെയിറ്റ് ഇങ്ങനെ വെച്ചത് കേട്ടോ. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്നു. അപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും അടച്ചു വെച്ചിട്ട് ഇപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. 40 മിനിറ്റ് ആയപ്പോൾ നമ്മൾ 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തീ ഒന്ന് മീഡിയത്തിനൊന്ന് കുറച്ച് വെച്ചു. എന്നിട്ട് 40 മിനിറ്റ് ആയപ്പോൾ ദേ ഫുള്ള് നന്നായിട്ട് വെന്തു, അതിലൊന്നും പിടിക്കണില്ല. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടാ. ഇതുപോലെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ബനാന കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.